അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കഴിഞ്ഞ വർഷം ഡാറ്റ ഹാൻഡ്ലിംഗ് എന്നുള്ള പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ വർഷം പഠിക്കാനുള്ള ആദ്യമായിട്ട് ഡാറ്റ എന്താണെന്ന് പറയാം. ശേഷം പിക്ചോഗ്രാഫ്, ബാർ ഗ്രാഫ്, ഡബിൾ ബാർ ഗ്രാഫ്, പിന്നെ ഓർഗനൈസിങ് ഡാറ്റ, ഗ്രൂപ്പിംഗ് ഡാറ്റ എന്നിവയെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ടെസ്റ്റിൻ്റെ തുടക്കത്തിൽ കാണാൻ ലുക്കിംഗ് ഫോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിലെന്താണ് പറയുന്നത് നോക്കാം. അതായത് ഒരു ഡാറ്റ വേണം. ഡാറ്റ ഹാൻഡ്ലിങ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ ആദ്യം ഡാറ്റ കിട്ടണം. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളാണ് റൺസ് മെയ്ഡ് ബൈ എ ബാറ്റ്സ്മാൻ ഇൻ ദി ലാസ്റ്റ് 10 ടെസ്റ്റ് മാച്ചസ്. അവസാന 10 ടെസ്റ്റുകളിൽ ഒരു ബാറ്റ്സ്മാന് കിട്ടിയ റണ്ണുകൾ. രണ്ടാമത് നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൺ ബൈ എ ബോളർ ഇൻ ദി ലാസ്റ്റ് ODI. ODI എന്ന് പറഞ്ഞാൽ 1 ഡേ മാച്ചിനാണ്, അതായത് ഏകദിന മത്സരത്തിനാണ് ODI എന്ന് പറയുന്നത്. അപ്പോൾ അവസാന ഏകദിന മത്സരത്തിൽ ഒരു ബൗളറിന് കിട്ടിയ വിക്കറ്റുകളുടെ എണ്ണം. പിന്നെ മാർക്സ് സ്കോർഡ് ബൈ എ സ്റ്റുഡൻറ്റ് ഇൻ മാത്തമാറ്റിക്സ്. മാത്സിലൊരു കുട്ടിക്ക് കിട്ടിയ സ്കോർ ചെയ്ത മാർക്കുകൾ. ഇവയൊക്കെ എന്താണ്, ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷന് പറയുന്ന പേരാണ് ഡാറ്റ എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഇൻ ആൾ കേസസ് ഈസ് കാൾഡ് ഡാറ്റ. ഈ പറയപ്പെട്ട എല്ലാ കേസുകളിലും നമ്മൾ കളക്ട് ചെയ്യപ്പെട്ട വിവരങ്ങൾക്കാണ് ഒരു ഡാറ്റ എന്ന് പറയപ്പെടാറുള്ളത്. ഈ ഡാറ്റയെ ഡാറ്റ ഈസ് റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി ടു ഗിവ് എ ക്ലിയർ ഐഡിയ ഓഫ് വാട്ട് ഈസ് റെപ്രസെൻറ്റ്സ്. ഡാറ്റ നമുക്ക് ഗ്രാഫിക്കലി എന്ത് ചെയ്യാം, നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റയെ സൂചിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിന് ഒരു ക്ലിയർ ആശയം, ഒരു വ്യക്തമായ ആശയം കിട്ടാൻ വേണ്ടി ഗ്രാഫിക്കലി നമുക്ക് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് കീഴിൽ വരുന്ന ഗ്രാഫ് രൂപത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പിക്ചോഗ്രാഫ്, ബാർ ഗ്രാഫ്, ഡബിൾ ബാർ ഗ്രാഫ് എന്നിവയാണ് തുടക്കത്തിൽ പറയുന്നത്. ഇനി പൈ ചാർട്ട് വരുന്നുണ്ട്, അതുമാതിരി ഹിസ്റ്റോഗ്രാം വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് പിക്ചോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പിക്ചോഗ്രാഫ് എന്ന് പറഞ്ഞാൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ യൂസിങ് സിമ്പിൾസ്. സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ ഒരു ചിത്രീകരിക്കുക. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ചിത്രീകരണ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് പിക്ചോഗ്രാഫ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. ഉദാഹരണം ടെസ്റ്റിൽ തന്നെ കാണാം. കാറുകളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ കാറുകളാണ് ഇവിടുത്തെ സിമ്പൽ. അപ്പോൾ ഒരു കാർ എന്ന് പറഞ്ഞാൽ 100 കാറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ആവുമ്പോൾ എന്താവും, അതിൻ്റെ 100ൻ്റെ പകുതി 50 ആവും. അപ്പോൾ ജൂലൈ മാസത്തിൽ നമുക്ക് കണക്കൂട്ടിയാൽ 250 എന്ന് കിട്ടുന്നു. ആഗസ്റ്റിൽ 300 സെപ്റ്റംബറിലാവുമ്പോൾ അത് 400 ആവുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ചോദ്യമുണ്ട്. ഹൗ മെനി കാർസ് വേർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി മന്ത് ഓഫ് ജൂലൈ. ജൂലൈയിൽ എത്ര കാറിന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 250 എന്ന് നമുക്ക് ഉത്തരം പറയാം. ഇൻ വിച്ച് മന്ത് വേർ മാക്സിമം നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ്. കൂടുതൽ കാറിന് പ്രൊഡ്യൂസ് ചെയ്ത മാസം ഏതാണ്? സെപ്റ്റംബർ ആണ്. അവിടെ 400 ഉണ്ടാവും. അതാണ് പിക്ചോഗ്രാഫിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ് എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് നോക്കാം. എ ഡിസ്പ്ലേ ഓഫ് ഇൻഫർമേഷൻ യൂസിങ് ബാർസ് ഓഫ് യൂണിഫോം വിഡ്ത്ത്, ദയർ ഹൈറ്റ്സ് ബീയിങ് പ്രൊപ്പോർഷണൽ ടു ദി റെസ്പെക്റ്റീവ് വാല്യൂസ്. ഒരു യൂണിഫോം വിഡ്ത്ത്, ഒരു ഏകീകൃത ഒരേപോലെ വീതിയുള്ള ബാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡാറ്റയെ, ഒരു ഇൻഫർമേഷനെ കാണിക്കുന്നതിനാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ആ ബാറുകളൊക്കെ ഒരേ വീതിയായിരിക്കും. ദയർ ഹൈറ്റ്സ് ബീയിങ് പ്രൊപ്പോർഷണൽ ടു ദി റെസ്പെക്റ്റീവ് വാല്യൂസ്. അവരുടെ ഹൈറ്റ് എന്തായിരിക്കും, അവരുടെ വാല്യൂയെ കണക്കാക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും അവിടെ എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം നോക്കാം. ഇവിടെ എന്തായിട്ടുണ്ട്, ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഇൻഫർമേഷൻ ഗിവൺ ബൈ ദി ഗ്രാഫ്. ഗ്രാഫിൽ കൊടുത്ത
ഇൻഫർമേഷൻ എന്താണ്? അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഓരോ വർഷവും അക്കാദമിക് ഇയറിലുള്ള ഓരോ വർഷവും 8ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് അതിന് ഉത്തരം. ഇൻ വിച്ച് ഇയർ ഈസ് ദ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാക്സിമം? ഏത് വർഷമാണ് മാക്സിമം കുട്ടികൾ വർദ്ധിച്ചിട്ടുള്ളത്? അപ്പോൾ ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ ഉയർന്നിട്ടുള്ളത് ഏത് വർഷമാണ്? അപ്പോൾ 2003, 2004 വർഷത്തിൽ 100ആണ്, 2004, 2005 വർഷത്തിൽ 200ആണ്, 2005, 2006 വർഷത്തിൽ 250ആണ്, 2006, 2007 ആകുമ്പോൾ 300ആയി, 2007, 2008 ആകുമ്പോൾ 350ആയി. അപ്പോൾ ഇവിടെ 2004, 2005, 2006, 2007 ഇവിടെയൊക്കെ എന്താണ് ഓരോ 50 വെച്ചാണ് കൂടിയിട്ടുള്ളത്. പക്ഷേ 2003, 2004, 2005 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 100 ആൾക്കാർ എന്തായിട്ടുണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 2004, 2005 ആണ് ഉത്തരമായി വരിക. 2004, 2005 മാക്സിമം കുട്ടികൾ വർദ്ധിച്ചിട്ടുള്ളത്. ഇൻ വിച്ച് ഇയർ ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാക്സിമം? ഏത് വർഷമാണ് കൂടുതൽ കുട്ടികളുള്ളത്? കൂടുതൽ കുട്ടികൾ 2007, 2008 കാരണം 350 കുട്ടികൾ അവിടെ ഉണ്ട്. പക്ഷേ വർധനവിൽ എന്താണ് 2004, 2005 കൂടിയിട്ടുള്ളത്, മാക്സിമം വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ്, ശരിയാണോ തെറ്റാണെന്ന് പറയാണ്. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡ്യൂറിങ് 2005, 2006 ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് 2003, 2004. 2003, 2004 ഇരട്ടിയാണ് 2005, 2006 തെറ്റാണ്. കാരണം 2003, 2004 100ആണുള്ളത്, 2005, 2006 ആകുമ്പോൾ 250 ആവുന്നുണ്ട്. അപ്പോൾ ഇരട്ടിയേക്കാൾ കൂടുതലുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ആ ഉത്തരം ഫാൾസ് എന്നാണ് ഉത്തരം വരിക. അടുത്തത് ഡബിൾ ബാർ ഗ്രാഫ്. ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എ ബാർ ഗ്രാഫ് ഷോ ഇൻ 2 സെറ്റ്സ് ഓഫ് ഡാറ്റ. 2 സെറ്റ് ഡാറ്റയെ കാണിക്കുന്ന ബാർ ഗ്രാഫാണ് ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. സിമിൾട്ടാനിയസ്ലി അത് എന്തായിരിക്കും, ക്രമത്തിലായിരിക്കും. അപ്പോൾ ആദ്യം ഏതാണോ വരുന്നത് അത് തന്നെ ആയിരിക്കും അടുത്ത ബാറിലും ആദ്യം അത് തന്നെ ആയിരിക്കും വരിക. യൂസ്ഫുൾ ഫോർ ദി കമ്പാരിസൺ ഓഫ് ഡാറ്റ. രണ്ട് ഡാറ്റയെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് ഉപകാരപ്രദമായതാണ് ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി ഇൻഫർമേഷൻ ഗിവൺ ബൈ ദി ഡബിൾ ബാർ ഗ്രാഫ്? ഈ ഡബിൾ ബാർ ഗ്രാഫിൽ കൊടുത്ത ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്? നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 2005, 2006, 2007 2 വർഷത്തിലുള്ള ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ വിഷയത്തിലും മാത്സിൽ, സോഷ്യൽ സയൻസ്, സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് സബ്ജക്റ്റ് ഹാസ് പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ദി മോസ്റ്റ്? ഏത് വിഷയത്തിലാണ് പെർഫോമൻസ് എന്തായിട്ടുള്ളത്, ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്, പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്? കൂടുതൽ പുരോഗതി പ്രാപിച്ചത് ഏത് വിഷയത്തിലാണ്? മാത്സിലാണ്. മാത്സിൽ 30 ഉള്ളത് 60 ഉയർന്നിട്ടുണ്ട്. ഇൻ വിച്ച് സബ്ജക്റ്റ് ഹാസ് ദ പെർഫോമൻസ് ഡിറ്റോറിയേറ്റഡ്? ഏത് വിഷയത്തിലാണ് പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ളത്, തകർന്നിട്ടുള്ളത്? അപ്പോൾ അതേതാണ്? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ 50 ഉള്ളത് 45 ചുരുങ്ങിയിട്ടുണ്ട്. ഇൻ വിച്ച് സബ്ജക്റ്റ് ഈസ് ദ പെർഫോമൻസ് അറ്റ് പാർ? ഏത് വിഷയത്തിലാണ് പെർഫോമൻസ് പാർ, അതായത് അതിൽ എവിടെന്നില്ല പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, അതേപോലെ നിൽക്കുന്നത് ഏത് വിഷയത്തിലാണ്? ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ 2 വർഷവും ഒരേപോലെയാണ് നിൽക്കുന്നത്. ഇനി ഓർഗനൈസിങ് ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡാറ്റ അവൈലബിൾ ടു us ഈസ് ഇൻ ആൻ അൺഓർഗനൈസ്ഡ് ഫോം. ഒരു ഓർഗനൈസ് ചെയ്യപ്പെടാത്ത, ഒരു ഘടനാ രൂപത്തിലല്ലാത്ത, ഒരു കൃത്യമായ ഘടനയിലല്ലാതെയാണ് നമുക്കൊരു ഡാറ്റ ലഭിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ആ ഫോമിനാണ് പറയുന്നത് റോ ഡാറ്റ എന്ന് പറയാറുള്ളത്. ഒരു അൺഓർഗനൈസ്ഡ് ഫോമിൽ നമുക്ക് ഡാറ്റ ലഭിക്കുന്നു, അതിന് റോ ഡാറ്റ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഒരു കുട്ടിയോട് അവരുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പറയാൻ പറഞ്ഞു. കുറച്ച് കുട്ടികളോട് അവരുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ വിഷയങ്ങൾ ഇങ്ങനെ നമ്മൾ രേഖപ്പെടുത്തും. അത് ഒരു കൃത്യമായ രൂപത്തിലായിരിക്കില്ല. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ നേരെ റോ ഡാറ്റയായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു.
ആർട്ട്, മാത്തമാറ്റിക്സ് അങ്ങനെ ഓരോന്നും രേഖപ്പെടുത്തി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിഷയം ഏതാണ്, ഏറ്റവും കുറവ് ഇഷ്ടപ്പെടുന്ന വിഷയം ഏതാണ് എന്നുള്ളത് നമുക്കിങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്താൽ അത് കൃത്യമായി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓർഗനൈസ് ചെയ്ത രൂപമാണ് ഓരോ ടാലി മാർക്ക് ഇട്ടിട്ട് ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആർട്ടിൽ എത്ര ആളുണ്ട്, അപ്പോൾ ഓരോരുത്തരും പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, ടാലി മാർക്ക് ഇട്ടിട്ട് നമുക്ക് രേഖപ്പെടുത്താം. അങ്ങനെ നമുക്കത് കൂട്ടിയാൽ ഒരു കുട്ടിയുടെ ആവശ്യം ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കിട്ടും. അപ്പോൾ ആർട്ടിൽ 7 ആളുണ്ട്, മാത്സിൽ 5 ആളുണ്ട്, സയൻസിൽ 6 ആളുണ്ട്, ഇംഗ്ലീഷിൽ 4 ആളുണ്ട്, നമുക്ക് കിട്ടി. അപ്പോൾ ഈ ടാലി മാർക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ എത്ര ആൾ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനാണ് ഓരോ വിഷയം എത്ര ആൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ആ സംഖ്യക്കാണെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്ടിൻ്റെ ഫ്രീക്വൻസി A ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഗിവ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് എ പെർട്ടിക്കുലർ എൻട്രി ഒക്കേസ്. ഒരു പ്രത്യേക എൻട്രി എത്ര തവണ വരുന്നുണ്ട്, എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഫ്രീക്വൻസി. ഇപ്പോൾ ആർട്ട് എത്ര വരുന്നുണ്ട്, A എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ആർട്ട് എത്ര വരുന്നുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്ന ആ A എന്നുള്ളത് ആർട്ടിൻ്റെ ഫ്രീക്വൻസിയാണ് എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷിന് ഇഷ്ടപ്പെടുന്നവരുടെ ഫ്രീക്വൻസി 4, മാത്സിന് ഇഷ്ടപ്പെടുന്നവരുടെ ഫ്രീക്വൻസി 5. ഈ ഫ്രീക്വൻസി അടയാളപ്പെടുത്തിയിട്ടുള്ള ടേബിളിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ടേബിൾ മെയ്ഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്നുണ്ടാവും ഓരോ എൻട്രിയും ഓരോന്നും എത്ര തവണ വന്നിട്ടുണ്ട് എന്നതിനെയും സൂചിപ്പിച്ചിട്ടുണ്ടാവും. അടുത്തതായിട്ട് ഗ്രൂപ്പിംഗ് ഡാറ്റ. ഗ്രൂപ്പിംഗ് ഡാറ്റ എന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് 50 കുട്ടികളുടെ 8ാം ക്ലാസ്സിൽ 50 കുട്ടികളുടെ മാത്സിലെ മാർക്കുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും മാർക്കുകൾ രേഖപ്പെടുത്തുന്നു. ഇതിൽ ആവർത്തനം വളരെ കുറവാണ്, ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഒബ്സർവേഷനും ടാലി മാർക്കിട്ട് നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ ആ ടേബിൾ വളരെ നീണ്ടതായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കാം. അപ്പോൾ 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പുകളാക്കി തിരിക്കുമ്പോൾ 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, 30 മുതൽ 40 വരെ, 40 മുതൽ 50 വരെ, 50 to 60, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഗ്രൂപ്പുകളായി തിരിക്കാം. ആ ഗ്രൂപ്പിനിടയിൽ വരുന്ന ടാലി മാർക്കുകൾ ഇടാം, എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കാണാം. അപ്പോൾ 0 മുതൽ 10 വരെ 2 ആളാണുള്ളത്, 10 മുതൽ 20 വരെ 10 ആളാണുള്ളത്, 20 മുതൽ 30 വരെ 21 ആളാണുള്ളത്, 30 മുതൽ 40 വരെ 19 ആളാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസിയും കാണാം. അപ്പോൾ ഇതിന് പറയുന്ന ഈ രൂപത്തിൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ്ഡ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേരാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഫ്രീക്വൻസിയെ ഗ്രൂപ്പാക്കിയിട്ട് എന്ത് ചെയ്യുക, വിതരണം ചെയ്യുക, ഭാഗിക്കുക. അതിനാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് സ്കോർഡ് ബിറ്റ്വീൻ 20-40. അധികം ആൾക്കാരും 20-40 ഇടയിലാണ് മാർക്ക് നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇത് നോക്കിയിട്ട് പറയാവുന്നതാണ്. 8 സ്റ്റുഡൻസ് ഹാവ് സ്കോർഡ് മോർ ദാൻ 40 മാർക്സ് ഔട്ട് ഓഫ് 50 ആൻഡ് സോ ഓൺ. 40-40 മുകളിൽ 50 മാർക്കിൽ 40 മുകളിൽ മാർക്ക് നേടിയിട്ടുള്ളവർ 8 പേരാണ് എന്നും നമുക്ക് ഇത് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഗ്രൂപ്പിലും 2 സംഖ്യകളുണ്ടാവും. 0 മുതൽ 10 വരെയാണ്. ഓരോ ഗ്രൂപ്പിനും പറയുന്ന പേര് ക്ലാസ് ഇൻ്റർവെൽ എന്നാണ്. 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി ആ ഓരോ ഗ്രൂപ്പിനും പറയുന്ന പേരാണ് ക്ലാസ് ഇൻ്റർവെൽ. അതിനെ ചുരുക്കിയാണ്ട് ക്ലാസ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇപ്പോൾ 10 മുതൽ 20 വരെ എന്നുള്ള ക്ലാസ് ഇൻ്റർവെൽ ആണെങ്കിൽ അതിൽ ചെറിയ സംഖ്യകൾക്ക് പറയുന്ന പേരാണ് ലോവർ ക്ലാസ് ലിമിറ്റ്. അപ്പോൾ 10 മുതൽ 20 വരെ ആകുമ്പോൾ 10 എന്നുള്ളത് ലോവർ ക്ലാസ് ലിമിറ്റാണ്. അപ്പോൾ എവിടെ മുതലാണ് തുടങ്ങുന്നത് അതിന് പറയുന്ന പേരാണ് ലോവർ ക്ലാസ് ലിമിറ്റ്.
എവിടെയാണോ അവസാനിക്കുന്നത്, ആ ഗ്രൂപ്പിൻ്റെ പരിധി എവിടെയാണോ അവിടെയാണ് അപ്പർ ക്ലാസ് ലിമിറ്റ് വരിക. 10 മുതൽ 20 വരെ എന്ന് പറഞ്ഞാൽ 20 എന്താണ് അപ്പർ ക്ലാസ് ലിമിറ്റാണ്. ഇനി അപ്പർ ക്ലാസ് ലിമിറ്റിൻ്റെയും ലോവർ ക്ലാസ് ലിമിറ്റിൻ്റെയും ഇടയിലുള്ള വ്യത്യാസത്തിന് പറയുന്ന പേരാണ് വിഡ്ത്ത് അല്ലെങ്കിൽ സൈസ് ഓഫ് ക്ലാസ് ഇൻ്റർവൽ. ആ ക്ലാസ് ഇൻ്റർവലിന് വിഡ്ത്ത് എന്നോ അല്ലെങ്കിൽ സൈസ് എന്നൊക്കെ പറയാം. അപ്പോൾ ലോവർ ക്ലാസ് ലിമിറ്റിൻ്റെയും അപ്പർ ക്ലാസ് ലിമിറ്റിൻ്റെയും ഇടയിലുള്ള ആ വ്യത്യാസത്തിന് പറയുന്ന പേരാണ് ക്ലാസ് ഇൻ്റർവലിൻ്റെ സൈസ് എന്നോ അല്ലെങ്കിൽ വിഡ്ത്ത് എന്നോ. നമ്മൾ എടുത്ത ഉദാഹരണത്തിൽ 10 to 20 ആണെങ്കിൽ 10 അതിൻ്റെ ഇടയിൽ വരുന്ന സംഖ്യ. അപ്പോൾ 20 നിന്ന് 10 കുറച്ചാൽ നമുക്ക് ഉത്തരം 10 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലെ ഡിഫറൻസ്. അതാണ് ക്ലാസ് ഇൻ്റർവലിൻ്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.